ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇമോഷണൽ ആയിട്ട് തിരിച്ചു പോയിട്ടുള്ള ആളുകളുണ്ടോ? കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് പോയി? എല്ലാവരും മിക്കതും അങ്ങനെ തന്നെയാണ്. മിക്കതും അങ്ങനെ തന്നെയാണ്. ഭയങ്കര സന്തോഷം. ഞാൻ നൂറ കണ്ടിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. ഞാനൊരു കുട്ടി കാസർഗോഡ് നിന്ന് വന്നൊരു കുട്ടിയെ കെട്ടിപ്പിടിക്കുമ്പോൾ, അതായത് ആദ്യമേ അതിൻ്റെ വിഷമം പറയുമ്പോൾ കെട്ടിപ്പിടിക്കുമ്പോൾ അതെന്നെ തെള്ളി മാറ്റുന്നുണ്ട്. തെള്ളി മാറ്റിയിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ കെട്ടിപ്പിടിക്കല്ലേ, നിങ്ങൾക്കും വരുമെന്ന് പറയുന്നുണ്ട്. ഞാൻ പിറ്റേ ദിവസം അതിനെ കെട്ടിപ്പിടിച്ചപ്പോൾ അത് എന്നെ കെട്ടിപ്പിടിച്ച് ഭയങ്കരമായിട്ട് കരച്ചില്ലായിരുന്നു. അതിന് 4 മാസം പ്രായമുള്ളൊരു കുഞ്ഞാണ്. ആ കുഞ്ഞിനെ എടുക്കാൻ പറ്റാത്തതിൻ്റെ സങ്കടമാണ്. അതായത് ഈ ഒരു ഡസ്റ്റ് വീഴുമല്ലോ, ഇതിന്ന് നൂറ ഒരു ഡസ്റ്റ് വീഴും, ഒരു പൊടി വീഴും. ആ പൊടി നമ്മുടെ ദേഹത്ത്, ഇപ്പം നൂറയുടെ അടുത്ത് നിൽക്കുന്ന കുട്ടിയുടെ തലയിലാണ് ഇത്, നൂറയുടെ കൂടാണ് കിടക്കുന്നത്. അപ്പം അതിൽ നിന്ന് വീഴുന്ന പൊടി നൂറയുടെ ദേഹത്ത് വീഴുമ്പോഴാണ് ഈ പൊട്ടലൊക്കെ ഉണ്ടാകത്തില്ലേ. കയ്യിലും കാലിലൊക്കെ എങ്ങനെയാണ് പൊട്ടുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അത് ആ ഡസ്റ്റ് വീണിട്ടാണ്. അതിൽ വൈറസ് പോലെയുള്ള കാര്യങ്ങളുണ്ട്, അങ്ങനെയാണ്. അപ്പം ആ കുഞ്ഞിനും അങ്ങനെ തന്നെ വരുന്നുണ്ട്. കൈക്കുഞ്ഞിന് കുഞ്ഞിന് അങ്ങനെ വരുന്നുണ്ട്. ഇപ്പം വരുന്ന രക്ഷിതാക്കളുടെ മക്കൾക്കും വരുന്നുണ്ട്. ചിലപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം ടൈമിലൊക്കെ ആവശ്യത്തിന് കെയർ ചെയ്യാൻ പറ്റാത്ത ആളുകളല്ലേ? അതുണ്ട് കൂടുതൽ. പിന്നെ ഹോസ്പിറ്റലിൽ മക്കളൊക്കെ കിടക്കത്തില്ലേ, അഡ്മിറ്റ് ആയിട്ട് തിരിച്ചു മുടിയൊന്നും ഈരെ കെട്ടാനൊന്നും പറ്റാതെ മക്കൾ വരത്തില്ലേ, അത് ജട പിടിച്ചിട്ട് ഇരിക്കുന്നുണ്ട്. ജട നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ, എടുത്ത് കളയുന്നുണ്ട്. അങ്ങനെ